സേവന രംഗത്തെ പ്രമുഖരായ വിപ്രോ 15,000 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു നിങ്ങൾ അറിഞ്ഞു കാണും. ഓരോ ഓഹരിക്കും 250 രൂപ നിരക്കിലാണ് കമ്പനി തിരിച്ചു വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിനേക്കാൾ 19% പ്രീമിയത്തിൽ തിരികെ വാങ്ങാനാണ് കമ്പനി തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് വിപ്രോ ഓഹരിയിൽ ഒരു ഇടിവാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ആദ്യമായാണ് വിപ്രോ ഇത്തരമൊരു നടപടി പ്രഖ്യാപിച്ചത്. കമ്പനിയുടെ ആകെ പെയ്ഡപ്പ് മൂലധനത്തിന്റെ 5.7% വരുന്ന 60 കോടി ഓഹരികൾ വരെ തിരിച്ചു വാങ്ങാനാണ് കമ്പനി തുടങ്ങുന്നത്. ടെൻഡർ റൂട്ട് വഴി നടത്തുന്ന ഈ ബൈബാക്ക് നടപ്പിലാക്കുമ്പോൾ തങ്ങളുടെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റുകൾ റദ്ദാക്കി ഇക്വിറ്റി ഓഹരികൾ കൈപ്പറ്റിയവർക്കും ഈ കോർപ്പറേറ്റ് നടപടി ഭാഗമാകാൻ അർഹതയുണ്ട്. റെക്കോർഡ് തീയതിയും മറ്റ് സമയക്രമങ്ങളും കമ്പനി പ്രഖ്യാപിച്ചിട്ടില്ല. സംഭവം വലിയൊരു ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടും ഇൻവെസ്റ്റേഴ്സും അനലിസ്റ്റുകളും അല്പം ഡിസപ്പോയിന്റഡ് ആണ്. എന്തായിരിക്കാം കാരണം? മിക്ക അനലിസ്റ്റുകളും റേറ്റിംഗ് കുറച്ച ഓഹരിയുടെയും കമ്പനിയുടെയും നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാം. വെൽക്കം ടു നോ യുവർ കമ്പനി. പക്ഷേ അറിയുമായിരിക്കും, വിപ്രോ ഒരു IT കമ്പനി ആയിട്ടല്ല സ്ഥാപിക്കപ്പെടുന്നത്. 1945 ഡിസംബർ 29 മഹാരാഷ്ട്രയിലെ അമൽനറിൽ MH ഹാഷിം പ്രേംജിയാണ് വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഈ കമ്പനി സ്ഥാപിക്കുന്നത്. പാചക എണ്ണകളുടെ നിർമ്മാണമായിരുന്നു പ്രധാന ബിസിനസ്. 1966 ഹാഷിം പ്രേംജിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ അസിം പ്രേംജി 21-ാം വയസ്സിൽ കമ്പനിയുടെ ചെയർമാനായി ചുമതലയേറ്റു. 1977 കമ്പനി അതിന്റെ പേര് വിപ്രോ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്നാക്കി മാറ്റിയത്. തുടർന്ന് 1982 പഴയ പേരിന്റെ ചുരുക്കരൂപമായ വിപ്രോ ലിമിറ്റഡ് എന്ന ഇന്നത്തെ പേര് സ്വീകരിച്ചു. 1980കളിലാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ രംഗത്തെ സാധ്യതകൾ കമ്പനി തിരിച്ചറിയുന്നത്. ഇതിന്റെ ഭാഗമായി വിപ്രോ ഇൻഫോടെക്, വിപ്രോ സിസ്റ്റംസ് എന്നീ അനുബന്ധ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. 1981 IIS ലാബിൽ വെച്ച് ഇന്റൽ 8086 ചിപ്പ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ വിപ്രോ വികസിപ്പിച്ചെടുത്ു. 1984 സ്പ്രെഡ്ഷീറ്റുകളും വേർഡ് പ്രോസസ്സിംഗ് ടൂളുകളും നിർമ്മിച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ വിഭാഗം പ്രവർത്തനം തുടങ്ങിയെങ്കിലും 1990ഓടെ ശ്രദ്ധ പൂർണ്ണമായും ഓഫ് ഷോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയി മാറി. 90കളുടെ പകുതിയോടെ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ, അനുബന്ധ ഉപകരണങ്ങൾ, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ എന്നിവയുടെ ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാതാക്കളായി വിപ്രോ മാറി. 1998 ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സോഫ്റ്റ്വെയർ കയറ്റുമതിക്കാരായി മാറിയ കമ്പനി ക്രമേണ കൂടുതൽ ലാഭകരമായ സോഫ്റ്റ്വെയർ സേവന ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2000കളിലെ .com തരംഗത്തിൽ വിപ്രോ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായി മാറി. അക്കാലത്തെ അടുത്ത വലിയ കമ്പനിയായ ഇൻഫോസിസിനേക്കാൾ 3 ഇരട്ടി മൂല്യം വിപ്രോയ്ക്കുണ്ടായിരുന്നു. ഇതിന്റെ ഫലമായി വിപ്രോയുടെ ഭൂരിഭാഗം ഓഹരികളും കൈവശമുള്ള അസിം പ്രേംജി തുടർച്ചയായി 5 വർഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായി തുടർന്നു. 2004 $100 കോടി വാർഷിക വരുമാനം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ IT കമ്പനിയായി വിപ്രോ മാറി. 2007 കമ്പനി വിപ്രോ സൂപ്പർനോവ എന്ന പേരിൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പുറത്തിറക്കി. 2011 ISROയുമായി ചേർന്ന് ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായ സാഗ 220 വികസിപ്പിച്ചെടുത്തു. 2012 വിപ്രോ അതിന്റെ IT ഇതര ബിസിനസ്സുകളെ, അതായത് കൺസ്യൂമർ കെയർ, ലൈറ്റിംഗ്, ഫർണിച്ചർ തുടങ്ങിയവ വേർപെടുത്തി വിപ്രോ എന്റർപ്രൈസ് എന്ന പുതിയ സ്വകാര്യ കമ്പനിയാക്കി മാറ്റി. 2014 വിപ്രോ ഡിജിറ്റൽ എന്ന വിഭാഗവും 2015 സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപം നടത്തുന്നതിനായി വിപ്രോ വെഞ്ചേഴ്സും ആരംഭിച്ചത്. ഫൈനാൻഷ്യൽ സർവീസസ്, ഹെൽത്ത് കെയർ, മാനുഫാക്ചറിംഗ്, റീറ്റെയിൽ, ടെലികമ്മ്യൂണിക്കേഷൻസ് തുടങ്ങി വിവിധ മേഖലകളിലെ ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്ന വിപ്രോയുടെ പ്രവർത്തനങ്ങളെ 2025 കണക്കനുസരിച്ച് 4 ആഗോള ബിസിനസ് ലൈനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്ലൗഡ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ IT സേവനങ്ങൾ നൽകുന്ന വിപ്രോ ടെക്നോളജി സർവീസസ്, സ്ട്രാറ്റജി അഡ്വൈസറി നൽകുന്ന വിപ്രോ കൺസൾട്ടൻസി സർവീസസ്, സെമി കണ്ടക്ടറുകൾ, ഇൻഡസ്ട്രി 4.0 തുടങ്ങിയവയ്ക്കായുള്ള എഞ്ചിനീയറിംഗ് ഗവേഷണങ്ങൾ നടത്തുന്ന വിപ്രോ എഞ്ചിനീയറിംഗ് എഡ്ജ്, കൂടാതെ ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന വിപ്രോ ബിസിനസ് പ്രോസസ് സർവീസസ് എന്നിവയാണ് വ്യത്യസ്ത തലവന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ 4 പ്രധാന വിഭാഗങ്ങൾ. 1946 തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നിഫ്റ്റി 50യുടെ ഭാഗമായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും വിപ്രോയുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2000
ഒക്ടോബർ മുതൽ കമ്പനിയുടെ അമേരിക്കൻ ഡിപ്പോസിറ്ററി ഷെയറുകൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2025 കണക്കനുസരിച്ച് അസിം പ്രേംജിയുടെ നേതൃത്വത്തിലുള്ള പ്രൊമോട്ടർ ഗ്രൂപ്പിന് കമ്പനിയിൽ 72.67% ഓഹരി പങ്കാളിത്തമാണുള്ളത്. ബാക്കിയുള്ള ഓഹരികൾ പൊതു ഓഹരി ഉടമകളുടെയും എംപ്ലോയി ട്രസ്റ്റിന്റെയും കൈവശമാണ്. 2019 മുതൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ 67% ഓഹരികളിൽ നിന്നുള്ള വരുമാനം അസിം പ്രേംജി ഫൗണ്ടേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് വിനിയോഗിക്കുന്നത്. ബിസിനസിന്റെ ചരിത്രം ഏകദേശം മനസ്സിലാക്കി. ഇനി ബിസിനസ് ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നറിയാം. 4ാം പാദത്തിൽ കമ്പനിയുടെ സംയോജിത അറ്റാദായം അഥവാ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 2% ഇടിഞ്ഞ് 3502 കോടി രൂപയായി. അതേസമയം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് 8% വർദ്ധിച്ച് 24,236 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രധാന മേഖലയായ IT സേവനങ്ങളിൽ കാര്യമായ വളർച്ച ദൃശ്യമായിട്ടില്ല. ഈ വിഭാഗത്തിൽ നിന്നുള്ള വരുമാനം $2.65 ബില്യൺ ആണ്. ഇത് മുൻ പാദത്തെ അപേക്ഷിച്ച് 0.6%, മുൻ വർഷത്തെ അപേക്ഷിച്ച് 2.1% മാത്രമാണ് വളർന്നിരിക്കുന്നത്. കോൺസ്റ്റന്റ് കറൻസി അടിസ്ഥാനത്തിൽ IT സേവന വരുമാനം മുൻ പാദത്തേക്കാൾ 0.2% വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പ്രതിവർഷ കണക്കിൽ 0.2% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. വിപണിയിലെ ഡിമാൻഡിലുണ്ടായ കുറവാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 4ാം പാദത്തിലെ വിപ്രോയുടെ സാമ്പത്തിക ഫലങ്ങളിൽ ലാഭത്തിൽ മുൻ പാദത്തെ അപേക്ഷിച്ച് 12% വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ IT സേവന വിഭാഗത്തിൽ പ്രവർത്തന ലാഭവിഹിതം 17.3% കുറഞ്ഞു. ഇത് മുൻ പാദത്തേക്കാൾ 0.3%, മുൻ വർഷത്തേക്കാൾ 0.2% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ചെലവുകളും നിക്ഷേപങ്ങൾ മൂലമുള്ള അധിക ബാധ്യതകളും കമ്പനിയെ ഇപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിപ്രോയുടെ IT സേവന വരുമാനം 2,33,781 ദശലക്ഷം രൂപയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുൻ പാദത്തെ അപേക്ഷിച്ച് 3.3%, മുൻ വർഷത്തെ അപേക്ഷിച്ച് 4.9% വളർച്ച കാണിക്കുന്നുണ്ട്. ഡോളർ അടിസ്ഥാനത്തിൽ വരുമാനം 2,635 മില്യൺ ആണ്. ഇതേ കാലയളവിൽ IT സേവനങ്ങളിൽ നിന്നുള്ള പ്രവർത്തന വരുമാനം 41,186 ദശലക്ഷം രൂപയായി ഉയർന്നിട്ടുണ്ട്. അതായത് മുൻ പാദത്തേക്കാൾ 8.9% വർധനവ്. ഈ പാദത്തിലെ ഓപ്പറേറ്റിംഗ് മാർജിൻ 17.6% മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലേബർ കോഡ് മാറ്റങ്ങൾ ക്രമീകരിച്ച ശേഷമുള്ള കണക്കുകൾ പ്രകാരം ലാഭം 33.6 ബില്യൺ രൂപയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കാലയളവിൽ ഓരോ ഓഹരിയിലുമുള്ള EPS 2.98 രൂപയായും ക്രമീകരിച്ച കണക്കുകൾ പ്രകാരം 3.21 രൂപയായും കണക്കാക്കുന്നുണ്ട്. പ്രമുഖ ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി വിപ്രോയ്ക്ക് ഇപ്പോൾ അണ്ടർവെയ്റ്റ് എന്ന റേറ്റിംഗ് ആണ് നിലനിർത്തിയിരിക്കുന്നത്. ഓഹരിയുടെ ലക്ഷ്യവില 242 രൂപയിൽ നിന്ന് 192 രൂപയായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിലവിലെ വിലയേക്കാൾ ഏകദേശം 9% കുറവാണ്. 4ാം പാദത്തിലെ മോശം പ്രകടനം തന്നെയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺസ്റ്റന്റ് കറൻസി അടിസ്ഥാനത്തിൽ വരുമാനത്തിൽ മുൻ പാദത്തേക്കാൾ 1.3% ഇടിവുണ്ടായി. കൂടാതെ 2026 സാമ്പത്തിക വർഷത്തിലെ വരുമാനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.6% കുറവുണ്ടായത് മറ്റ് മുൻനിര കമ്പനികളുമായുള്ള മത്സരത്തിൽ വിപ്രോ പിന്നിലാകുന്നതിന്റെ സൂചനയായും അവർ വിലയിരുത്തുന്നുണ്ട്. വരാനിരിക്കുന്ന 2027 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ വരുമാനം വീണ്ടും 1.5 മുതൽ 2% വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന കമ്പനിയുടെ തന്നെ നിഗമനം വിപ്രോയുടെ ഭാവി പ്രകടനം മന്ദഗതിയിലായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. കമ്പനിയുടെ ലാഭവിഹിതം ഇതുവരെ പിടിച്ചു നിന്നുവെങ്കിലും 2027 സാമ്പത്തിക വർഷത്തിൽ അത് 17 മുതൽ 17.5% വരെയുള്ള പരിധിയിൽ എത്തില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിപ്രോ പ്രഖ്യാപിച്ച 15,000 കോടി രൂപയുടെ ബൈബാക്ക് നിക്ഷേപകർക്ക് ആശ്വാസകരമാണെങ്കിലും 2027-28 സാമ്പത്തിക വർഷങ്ങളിലെ വരുമാന വളർച്ചയെയും ലാഭവിഹിതത്തെയും കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ ബ്രോക്കറേജ് സ്ഥാപനം കുറച്ചിട്ടുണ്ട്. മറ്റ് സമാന കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപ്രോയുടെ പ്രകടനം മോശമായി തുടരാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഓഹരി മൂല്യനിർണ്ണയത്തിൽ മറ്റ് കമ്പനികളെക്കാൾ പിന്നിലായിരിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വിപ്രോയുടെ 4ാം പാദ ഫലങ്ങളെ കുറിച്ചുള്ള വിപണിയിലെ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ വ്യത്യസ്തമായ നിഗമനങ്ങളാണ് പങ്കുവെക്കുന്നത്. ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി എന്നിവർ കമ്പനിയുടെ വരുമാനത്തിലെ ഇടിവും മറ്റ് മുൻനിര IT കമ്പനികളുമായുള്ള മത്സരത്തിൽ വിപ്രോ പിന്നിലാകുന്നതും ചൂണ്ടിക്കാട്ടി ലക്ഷ്യവില യഥാക്രമം 187 രൂപയും 192 രൂപയായും കുറച്ചപ്പോൾ നോമുറ 250 രൂപ എന്ന ഉയർന്ന ലക്ഷ്യവിലയോടെ ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
അധിഷ്ഠിത പരിവർത്തനങ്ങൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും പുതിയ കരാറുകളും വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് നോമ്ര വിലയിരുത്തുന്നു. ശമ്പള വർധനവും പുതിയ നിക്ഷേപങ്ങളും ലാഭവിഹിതത്തെ സമ്മർദ്ദത്തിലാക്കുമെന്ന് മോത്തിലാൽ ഒസ്വാൾ നിരീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ 15,000 കോടി രൂപയുടെ ഓഹരി തിരിച്ചുവാങ്ങൽ നിക്ഷേപകർക്ക് ഗുണകരമായേക്കാം. പക്ഷേ വരും പാദങ്ങളിലെ വരുമാന വളർച്ചയും കരാറുകൾ നടപ്പിലാക്കുന്നതിലെ കൃത്യതയും വിപ്രോയുടെ ഓഹരി മൂല്യത്തിൽ നിർണായകമാണ്. വിപ്രോയിലെ നിക്ഷേപം വിവിധ കാലയളവുകളിൽ കൈവരിച്ച വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച നേട്ടം വ്യക്തമാകും. കഴിഞ്ഞ 5 വർഷത്തിനിടെ പ്രതിവർഷം 17% വളർച്ചയോടെ 2020 നിക്ഷേപിച്ച 10,000 രൂപ 25-ൽ 21,924 രൂപയായി ഉയർന്നിട്ടുണ്ട്. 10 വർഷത്തെ കണക്കെടുത്താൽ 11.2% വളർച്ചയോടെ ഈ തുക 29,018 രൂപയായും 15 വർഷത്തിനിടെ 9.4% വളർച്ചയോടെ 38,622 രൂപയായും വർദ്ധിച്ചു. കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തന ഫലം നോക്കിയാൽ പ്രതിവർഷം 7.9% വളർച്ചാ നിരക്കിൽ 10,000 രൂപ എന്ന നിക്ഷേപം 45,765 രൂപയായി മാറിയതായും കാണാം. വിപണിയിലെ വിവിധ ഘട്ടങ്ങളിലും ഓഹരി ഉടമകൾക്ക് വിപ്രോ നൽകിയ സ്ഥിരതയാർന്ന നേട്ടമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1971 മുതൽക്ക് 14 തവണ ബോണസ് ഓഹരികൾ നൽകിയ ചരിത്രമുള്ള വിപ്രോ നിക്ഷേപകരെ ചേർത്ത് പിടിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ദീർഘകാല നിക്ഷേപകർക്ക് മികച്ച സമ്പത്ത് സൃഷ്ടിച്ചു നൽകിയ വിപ്രോ ഇന്ത്യയിലെ IT മേഖലയിലെ കരുത്തുറ്റ സാന്നിധ്യമായി തന്നെ തുടരുന്നുണ്ട്. ഓഹരി വിപണിയിലെ കൂട്ടുപലിശയുടെയും ബോണസ് ഓഹരികളുടെയും കരുത്താണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വരുമാന വളർച്ചയിൽ ചെറിയ ഇടിവ് നേരിടുന്നതിനാൽ മോർഗൻ സ്റ്റാൻലിയെയും ഗോൾഡ്മാൻ സാക്സിനെയും പോലുള്ള ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും നോമ്രയെ പോലുള്ളവർ കമ്പനിയുടെ അധിഷ്ഠിത നീക്കങ്ങളിൽ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ട്. എല്ലാത്തിനുമുപരി 1980കളിലോ 90കളിലോ വിപ്രോയിൽ നിക്ഷേപം നടത്തിയവർക്ക് ബോണസ് ഓഹരികളിലൂടെയും കൂട്ടുപലിശയുടെ കരുത്തിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നത് ഒരു വസ്തുതയാണ്. എങ്കിലും നിലവിലെ കമ്പനിയുടെ സാഹചര്യം വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കമ്പനിയുടെ സാധ്യതകൾ തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ.